ഇത് സച്ചുൻ്റെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ആനുവൽ ഡേ ഉണ്ടായ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അവനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ്. ഒരു ടീമിനെ ഏൽപ്പിച്ചതായിരുന്നു സ്കൂളുകാർ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ. ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ എൻ്റെ ക്യൂടെക്സും ഐലൈനറൊക്കെ എടുത്ത് കളിക്കാൻ അവന് പണി. മുഖത്ത് തേക്കിനേക്കാളും ഇഷ്ടം അവന് ബുക്കിലും അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ തേച്ച് പെയിൻ്റ് അടിക്കുന്ന പോലെ നടക്കുന്നതാണ് കേട്ടോ. ഏതായാലും മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ അവന് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അവരോടൊരു യോ പറഞ്ഞിട്ട് യോ വിളിക്കാൻ അറിയാമല്ലോ. അപ്പോൾ അവർ സൗണ്ട് ഇല്ലാഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഡാൻസ് തുടങ്ങി കേട്ടോ. ഈ പാട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ അറിയില്ല, അതുകൊണ്ട് ഞാൻ പാട്ട് ആഡ് ചെയ്യുന്നില്ല. സച്ചു ബേക്കിലാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, അവനെ ബേക്കിലാണ് ടീച്ചർ നിർത്തിയിരുന്നത്. പക്ഷെ അവനെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അവനെ വീഡിയോ എടുക്കാൻ നേരെ വീഡിയോയിൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് പിടിക്കുന്നുണ്ടായിരുന്നു അവനെ ഒന്ന് ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ ബേക്കിലായതുകൊണ്ട് എനിക്ക് നല്ലോണം വിസിബിളായി കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. പരീക്ഷേൻ്റെ സമയത്തായിരുന്നല്ലോ ഡാൻസ് പ്രാക്ടീസ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഠിക്കാൻ പറയുമ്പോൾ പറയും, ഞാൻ ആദ്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പഠിക്കാൻ അമ്മ പറയുന്നുണ്ട് കേട്ടോ. ആ ബേക്കിൽ കിടന്ന് തുള്ളി കളിക്കണതാണ് കേട്ടോ അവൻ. ആ ബേക്കിൽ ഇടതുവശത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്നതാണ് ഈ സച്ചു. അപ്പോൾ ഏതായാലും അവൻ അങ്ങനെ പറയുമായിരുന്നു, ഞാൻ ആദ്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കിട്ടാൻ വേണ്ടി കാത്ത് നിൽക്കും. ഫോണിൽ ആ പാട്ട് വെച്ച് കൊടുത്താൽ മതി. അവനും അവൻ്റെ അനിയന്മാരും കിടന്ന് തുള്ളൽ തുടങ്ങുമായിരുന്നു. ഏതായാലും നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവൻ നന്നായിട്ട് കളിച്ചു. ഒരേപോലത്തെ ഇപ്രാവശ്യമാണ് കേട്ടോ ഇതേപോലെ ഡ്രസ് കോഡൊക്കെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുത്തിട്ട് അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഏതായാലും ടീമിനെ ഏൽപ്പിച്ചതുകൊണ്ട് ഡ്രസ്സും മേക്കപ്പും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എമൗണ്ട് കൊടുക്കാനുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അപ്പോൾ എല്ലാതും ഒരു യുണീക്ക് ആയതോടുകൂടി കാണാനും എല്ലാ പ്രോഗ്രാമുകളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഏതായാലും ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. അവൻ കുറേ വലുതാകുമ്പോഴും അവൻ്റെ ഡാൻസ് ഒന്ന് കാണാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിന്ന് കുട്ടികളുടെ എല്ലാവരുടെയും കളികളൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ നേരം നിന്ന് കളിയൊക്കെ കാണണമെന്ന്. പക്ഷേ ഓൻ്റെ ഡാൻസ് കഴിഞ്ഞേക്ക് പിന്നെ ഓൻ്റെ കോലം മാറി. അവർക്ക് പിന്നെ അത് വേണം ഇത് വേണം, വിശക്കണോ വീട്ടിൽ പോകണം എന്നുള്ള ഭയങ്കര അലമ്പായിട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടെ ഇരുന്ന് കളികളൊക്കെ കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ കുറുമ്പ് കാട്ടി. അതിൻ്റെ ഇടയിൽ മഴയും ചാറുന്നുണ്ടായിരുന്നു. ഇവരുടെ സ്കൂളിൽ എന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചാലും അന്ന് മഴയായിരിക്കും. കഴിഞ്ഞ വർഷം പ്രോഗ്രാം ഉണ്ടായപ്പോഴും മഴയായിരുന്നു. ഇപ്രാവശ്യം അതേപോലെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഡാൻസൊന്നും കളിക്കുമ്പോൾ പിന്നെ മഴയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ ഇങ്ങനെ ചാറിലൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ഏട്ടൻ വന്നപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് കുട്ടികളെയും കൊണ്ട് അവരുടെ ഐസ്ക്രീം വണ്ടി കാണുമ്പോഴും ഒക്കെ ഭയങ്കര കുറുമ്പൊക്കെ ആയി. അപ്പോൾ മുഴുവൻ പരിപാടികളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. രാത്രി 12 മണി വരെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ പോയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല. 12 മണി വരെയൊക്കെ ഇരുന്ന് കണ്ടവരുണ്ട് കേട്ടോ. പിന്നെ യാത്രയപ്പും ഒരു ടീച്ചർ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാത്രയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ